ഹലോ സി എ ആസ്പിരൻസ്, ഞാൻ സി എ ഫൈനലിസ്റ്റ് സിദിയ മാത്യു. ഞാൻ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 24 അറ്റംപ്റ്റിലാണ് സി എ ക്ലിയർ ചെയ്യുന്നത്. വീട്ടിലിരുന്ന് ക്ലാസ്സസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരു പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ സ്റ്റക്കായിരുന്ന ടൈമിലാണ് ഹാപ്പി ഹെഡിനെ പറ്റി അറിയുന്നത്. വീട്ടിലിരുന്ന് നമ്മളിരുന്ന് പഠിക്കുമെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് പോർഷൻസ് ഒരു ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ICAയുടെ മോഡലിലെ എക്സാംസ് നമുക്കൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുക, ഒരു കറക്റ്റായിട്ടൊരു ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഇത് വന്നപ്പോഴാണ് ഞാൻ കറക്റ്റ് ടൈമിൽ ഹാപ്പി ഹെഡിനെ പറ്റി അറിയുന്നത്. ഇങ്ങോട്ടേക്ക് വരുന്നു. ഇവിടെ വന്ന് ഫസ്റ്റ് ഡേ എനിക്ക് നല്ല സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു, എനിക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമോ, ഇവർ തരുന്ന ടൈം ടേബിൾ അനുസരിച്ച് എനിക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുമോ, എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, പിന്നെ ഈ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കുക. 1-2-3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ചേഞ്ചസ് മനസ്സിലാവും. എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ചാപ്റ്റേഴ്സിന് നമ്മൾ ടിക്ക് ചെയ്ത് പോകുമല്ലോ. പിന്നെ ടൈം ടേബിൾ ഓരോ ദിവസവും നമുക്ക് പഠിക്കാനായിട്ട് ഇത്ര പോർഷൻസ് വരുന്നുണ്ട്. അത് നമ്മൾ എങ്ങനെ എൻ്റെ അബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് അവർ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് തരുന്നത്. ഇതിലേക്ക് ഒരു ദിവസം ഇത്ര അവർ കൂടുതൽ തീരെ പഠിക്കാൻ പറ്റത്തില്ല, അപ്പം തന്നെ അടുത്ത പ്രോബ്ലത്തിനകത്തേക്ക് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള അത് ആ ഒരു ടൈം ടേബിളാണ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പം ഓരോരുത്തർക്ക് പേഴ്സണലായിട്ടുള്ള അറ്റൻഷൻ കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ കൂടെയുള്ള ആൾ എങ്ങനെയാണോ ചെയ്യുന്നത്, അവർ ഇത്ര പോർഷൻ കംപ്ലീറ്റ് ചെയ്തു, ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല, അങ്ങനെ പറഞ്ഞ് അത്രയും ടെൻഷൻ അടിക്കേണ്ടതായിട്ട് ആവശ്യം വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ഇട്ടിട്ടുണ്ട് ഇന്ന പോർഷൻസ് നിധി ഈ ടൈമിൽ നിധി കവർ ചെയ്യാൻ പറ്റുന്നത്. അത് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള, കൂടുതൽ നമുക്ക് വെയിറ്റേജ് ഉള്ള പോർഷൻസാണ്, അത് ആദ്യമേ കംപ്ലീറ്റ് ചെയ്യണം. എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആണെങ്കിലും ഓരോരുത്തരുടെ പേഴ്സണലായിട്ട് നമ്മൾ ഇരുത്തിയിട്ട് നിധി ഇങ്ങനെ ഈ രീതിയിൽ പേപ്പർ അറ്റൻഡ് ചെയ്യണം. പിന്നെ ICAയുടെ ആൻസർ കീ വെച്ചിട്ട് ഇതേപോലെ വേണം എഴുതാൻ, എന്നാലും നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. നേരത്തെ അറ്റംപ്റ്റുകളിൽ എക്സാമിന് എന്തൊക്കെയോ നമ്മൾ എഴുതുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചിട്ട് നമുക്ക് മാർക്ക് കിട്ടുന്നില്ല. അപ്പം നമ്മൾ വിചാരിക്കും ഇത് എഴുതിയിട്ടുണ്ടല്ലോ, പിന്നെ എന്താ കിട്ടാത്തത്. അപ്പം അങ്ങനെയുള്ള ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് ഇവിടെ എൽസത്തിന് കറക്റ്റായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പേപ്പർ ഈ തവണ പാസ്സായ അറ്റംപ്റ്റിൽ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും പ്രീവിയസ് ഇയറിൽ എഴുതിയിട്ടുള്ള പേപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിട്ടുള്ള മാറ്റം. പിന്നെ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ എനിക്ക് എൻ്റെ പോർഷൻസൊക്കെ നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് പോയിരുന്ന എക്സാം എഴുതാൻ പറ്റുക എന്ന് തന്നെ പറയുന്നത് നമുക്ക് വലിയൊരു കാര്യമാണല്ലോ. ഇതേപോലെയുള്ളൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാംസുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും പഠിച്ച് നന്നായിട്ടെന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് കിട്ടുക എന്നുള്ളത് ഹാപ്പി ഹെഡിൽ വന്നതിന് ശേഷം എനിക്ക് പറ്റി. ആൻഡ് വെരി ഹാപ്പി ദാറ്റ് എൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഈ ചെറിയ ജേർണിയുടെ ഉള്ളിൽ ഹാപ്പി ഹെഡിനെയും കൂടെ കൂട്ടാൻ പറ്റി. എനിക്ക് വളരെയധികം സന്തോഷമാണ്. എഗെയിൻ ഞാൻ എൻ്റെ ഫൈനലിന് വേണ്ടിയിട്ട് ഹാപ്പി ഹെഡിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ആൻഡ് താങ്ക് യു ഹാപ്പി ഹെഡ് ഫോർ ദിസ് ഓൾ.